സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരണമെന്നും സ്ത്രീ സംരംഭകർ സമൂഹത്തിൽ കൂടി വരുന്നുണ്ടെന്നും സംസ്ഥാന കേരകശ്രീ അവാർഡ് ജേതാവ് പി.ടി. സുഷമ പൊന്നാനി ബിയത്ത് കേരള വിഷൻ ക്ലസ്റ്റർ സംരംഭക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകൾ മടികൂടാതെ സംരംഭക രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും തന്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണെന്നും പി.ടി. സുഷമ പറഞ്ഞു. പൊന്നാനി ബിയത്ത് നടന്ന കേരള വിഷൻ ക്ലസ്റ്റർ സംരംഭക കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ആ കഴിവുകളെ ഒരിക്കലും മറ്റുള്ളവരത് മനസ്സിലാക്കിയെടുക്കണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിലും മുൻപന്തിയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എത്താൻ പറ്റും, സ്ത്രീകൾക്ക് പറ്റും എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഓരോ ഭാഗത്തും ഇന്നിപ്പോ ആദ്യത്തെ പോലെയല്ല, പഴയ കാലത്ത് ഓരോ വീട്ടിലും ഒരു 5 രൂപ 10 രൂപയ്ക്ക് വരെ കൈനീട്ടേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്ന കാലങ്ങളായിരുന്നു. ഞാനൊക്കെ ഇപ്പോ കുറച്ച് വ്യത്യാസം വന്നു, എല്ലാ ഭാഗത്തും വ്യത്യാസം വന്നു തുടങ്ങി. അപ്പൊ നമ്മളുടെ കയ്യിൽ സ്വന്തമായിട്ട് 10 രൂപ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മളുടേതായ കാര്യങ്ങൾ നടത്താൻ സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ നമുക്കൊരു സ്വയം അഭിമാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ. അതിനു വേണ്ടി നമ്മളെ ജീവിതത്തിലെ 2 മണിക്കൂറോ 3 മണിക്കൂറോ ചെലവാക്കിയാൽ തന്നെ മതിയാവും. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അവിടുന്ന് വ്യത്യാസം വരുന്നത് പല പല കാര്യങ്ങളാണ്. നമ്മളിൽ ഒരു അഭിമാനം ഉണ്ടാവുന്നു, മറ്റുള്ളവരുടെ ഇടയിൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു കഴിവുണ്ടാവുന്നു, അതേപോലെ നേരിടാനുള്ള ഒരു ധൈര്യം കൂടി വരുന്നുണ്ട്. അത് ആദ്യം നമ്മളൊരു ആവാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്തിനും നേരിടാൻ തയ്യാറാണ് എന്നുള്ള മനസ്സിൽ ഉറപ്പിക്കലാണ്. ഞാൻ ഇരുന്ന് വിട്ടുമാറിപ്പോവില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. PNI LLP MD NK സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള വിഷൻ MD രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. അനുബന്ധ ബിസിനസ്സുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൽ ഈ കുടുംബാംഗങ്ങളിൽ കൂടി ഇവിടെ ഒരു സപ്പോർട്ട്, നല്ല പിന്തുണ ഉണ്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ഒരു കുടുംബ സംഗമം നടത്തി ഈ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തുള്ളത്. ഇത് ഇവിടെ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെന്നല്ല, കേരളം മുഴുവനും ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അത് നാടിനെ തന്നെ ഒരു മാതൃകയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാലോ, കേരളത്തിൽ എന്താ പറയുക, മുളത്തിന് ഹോട്ടലുകൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുക. അടുക്കളകൾ ഓരോന്നോരോന്നും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഓരോ ദിവസവും ആശുപത്രികൾ ഉയർന്നുകൊണ്ടിരിക്കുക. ഇത്തരം അസുഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി 10 എന്താ പറയുക, എന്തെങ്കിലും പച്ചക്കറികൾ, വെണ്ടയ്ക്കോ വഴുതനങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. ചടങ്ങിൽ KCCL ഡയറക്ടർ P. രഘുനാഥ്, COA മലപ്പുറം ജില്ലാ പ്രസിഡന്റ് C. പ്രവീൺ കുമാർ, COA മലപ്പുറം ജില്ലാ സെക്രട്ടറി K. സാജിദ്, COA മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മജീദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ജില്ലയിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ TV വിതരണ സംവിധാനം ഇന്ന് കേരള വിഷന്റെ കീഴിൽ, രാജേട്ടൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള വിഷനാണ്. അതിൻ്റെ ഡയറക്ടർ ബോർഡ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ജീവനക്കാരുടെ തലത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പ്രധാന നിയന്ത്രണം കൈയാളുന്നത് വർഷങ്ങളായിട്ട് ഒരു വനിതാ ജീവനക്കാരിയാണ്. അവരാണ് മലപ്പുറം ജില്ലയിലെ ഈ കാര്യങ്ങൾ, ഇത്രയും വലിയൊരു സംവിധാനത്തെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള വിഷന് വനിതകളുടെ സേവനത്തെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് ഉള്ള കാഴ്ചപ്പാടുണ്ട്. പൊതു ചടങ്ങിൽ ഒരു കേബിൾ TV ഓപ്പറേറ്റർ പങ്കെടുക്കുമ്പോൾ അവിടെ വന്ന് കുശലാന്വേഷണം നടത്തുന്നതിനപ്പുറം, എടാ എൻ്റെ വീട്ടിൽ ഈ ചാനൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ 10 ചാനലിൽ 2 എണ്ണം കിട്ടുന്നില്ല തുടങ്ങിയ പരാതികൾ. അത്തരത്തിലൊരു പൊതു ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എവിടെ പോയാലും ഇത്തരത്തിൽ പരാതികളുടെ കെട്ടുകൾ മാത്രം കേൾക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അന്ന് നമുക്കുണ്ടായിരുന്ന ജീവിത സാഹചര്യവും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ. കേബിൾ TV ഓപ്പറേറ്റർമാരെ പരിശോധിക്കുമ്പോൾ തന്നെ നല്ല നല്ല സംരംഭകരായ സ്ത്രീകളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്.
ഇപ്പം വനിതാ മെമ്പർമാർ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി അവരെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒരു സന്ദർഭങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി അത്രയും ഏബിളായിട്ടുള്ള ആളുകളൊക്കെ കേബിൾ ടി വിയിൽ വലിയ വലിയ സംരംഭകർ ആയിട്ട് തന്നെ ഉണ്ട്. നമ്മൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോകുമ്പോഴും മറ്റ് അതിൻ്റെ സംരംഭക കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വീട്ടിലിങ്ങനെ ഒരു ചടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റിയെടുത്ത് സംരംഭകരാക്കി മാറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനം ഇവിടുന്ന് തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പം അത് വലിയ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്, യാതൊരു സംശയമില്ല. COA മലപ്പുറം ജില്ലാ ട്രഷററും പൊന്നാനി ക്ലസ്റ്റർ ഡയറക്ടറുമായ വി മുസ്തഫ നന്ദിയും പറഞ്ഞു. COA ഭാരവാഹികളും പൊന്നാനി മാറഞ്ചേരി ക്ലസ്റ്റർ ഭാരവാഹികളും NCV ചാനൽ ഡയറക്ടർമാരിലൊരാളായ വിനോദ്, രാജു പനമ്പാടും ക്ലസ്റ്ററിന് കീഴിലെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. രാത്രി ന്യൂ ഇയർ പ്രമാണിച്ച് പുതുവർഷത്തെ വരവേറ്റ് കുടുംബാംഗങ്ങൾ ചേർന്ന് കേക്ക് മുറിച്ചു. അപ്പോൾ നമ്മള് ധന്യമായ ജീവിതത്തിന്റെ പല നിമിഷങ്ങൾ കടന്നുപോയ ഒരു വർഷം നമുക്ക് സമ്മാനിച്ചു. ഇനി നമുക്ക് വരാനുള്ളത് ജീവിതത്തിലെ മറ്റൊരു സംരംഭമായിരിക്കാം, മറ്റൊരു ജീവിതമായിരിക്കാം. അത്തരത്തിലുള്ള പ്രത്യാശകളും ജീവിതത്തിന്റെ ആശയങ്ങളും ഉള്ളിൽ കരുതിക്കൊണ്ട് ഒരു പുതുവത്സരത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരു ചിയർഫുൾ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. രാത്രി മ്യൂസിക്കൽ ഇവന്റ് നടന്നു. NCV ന്യൂസ് പൊന്നാനി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി.